പുതുവത്സരാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് പോയി തുടങ്ങി. ഇനി അടുത്ത സ്റ്റേജ് ആണ്. മാർച്ച് മാസം ഇങ്ങെത്തി തുടങ്ങി. SSLC, ഹയർ സെക്കൻഡറി, യൂണിവേഴ്സിറ്റി എക്സാമിന്റെ പരീക്ഷാ കാലഘട്ടമായി തുടങ്ങി. പരീക്ഷാ കാലഘട്ടത്തോടു കൂടെ തന്നെ വരുന്ന ഒന്നാണ് പരീക്ഷാ പേടി. ഈ പരീക്ഷാ പേടി എന്നുള്ളത് തീർച്ചയായിട്ടും സ്റ്റുഡൻസിനും മാത്രമല്ല, പാരന്റ്സിനും ഒരേപോലെ ഉണ്ടാവുന്ന ഒന്നാണ്. ഹായ്, ഐ ആം തസ്ലീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷൻ ആൻസൈറ്റീസിനെ കുറിച്ചാണ്. നമ്മുടെ കുട്ടികളുടെ എക്സാമിനേഷൻ ടൈമിൽ കാണുന്ന ഒരു സ്ട്രെസ്സും അതേപോലെ തന്നെ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതും അത് കൂട്ടുന്നതിൽ അല്ലെങ്കിൽ കുറക്കുന്നതിൽ രക്ഷിതാവിന്റെ പങ്ക് എന്താണെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാമിനേഷൻ ആൻസൈറ്റിയുടെ റീസണെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾ ഒരു എക്സാമിന്റെ ടൈം ടേബിൾ വരുന്ന സമയത്ത് ആ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യും, എങ്ങനെ പഠിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്, ഞാൻ ഈ എക്സാമിൽ ഫെയിൽ ആവുമോ, എനിക്ക് എന്റെ സിബ്ലിങ്സിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമോ, എന്റെ ഫ്രണ്ടിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുമോ, ഫെയിൽ ആയാൽ എന്റെ പാരന്റ്സിനോട് ഞാൻ എന്തു പറയും, സൊസൈറ്റിയെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, ഇത്തരത്തിലുള്ള ടെൻഷനാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ. ഈ ടെൻഷൻ അടിക്കുന്ന സമയം കൊണ്ട് ആ പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി ആൻസൈറ്റി നമുക്ക് വേണമെങ്കിൽ കുറക്കാം. ആൻഡ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ എക്സാം ആണ് എന്റെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നതിലൂടെ ആൻസൈറ്റി കൂടും. അതായത് SSLC, +2 അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം പോലെയുള്ള ഒരു എക്സാം, ആ ഒരു എക്സാമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു എക്സാമിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ തന്നെ സ്പോയിലായി എന്നൊരു തോട്ട് പ്രോസസ് ആണ് പല മക്കൾക്കും ഉള്ളത്. സോ ഈ ഒരു തോട്ട് പ്രോസസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അതേപോലെ തന്നെ സൊസൈറ്റിക്കും വലിയൊരു പങ്കുണ്ട്. സോ ഇത് തീർച്ചയായിട്ടും അവരുടെ ആൻസൈറ്റിയും സ്ട്രെസ്സും കൂട്ടാൻ മാത്രമാണ് സഹായിക്കുന്നത്. ആൻഡ് തേർഡ് റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ആണ്. അതായത് മോസ്റ്റ്ലി സ്റ്റുഡൻസിൽ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന്റെ അടുത്ത ദിവസങ്ങളിൽ 1-2 ദിവസം മുൻപ് മാത്രമാണ് അവർ ബുക്ക് കാണുന്നതും തുറക്കുന്നതും പഠിച്ചു തുടങ്ങുന്നതും. സോ വലിയൊരു സിലബസ് ആണ് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം കൂടെ 1-2 ദിവസത്തിനുള്ളിൽ പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ പ്രിപ്പറേഷൻ കുറയുന്നത് കൊണ്ട് തന്നെ എക്സാമിനേഷന് അടുക്കും തോറും അല്ലെങ്കിൽ എക്സാമിന്റെ അന്ന് തന്നെ അവർക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സും ആൻസൈറ്റിയും വരും. പഠിച്ച കാര്യങ്ങൾ വരെ അവർക്ക് ഓർമ്മയിൽ നിലനിൽക്കില്ല. അതേപോലെ തന്നെ അവർക്ക് ടെൻഷൻ കൂടാനും തുടങ്ങും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പുവർ ടൈം മാനേജ്മെന്റ്. അതായത് ഈ പറഞ്ഞതുപോലെ ലാസ്റ്റ് മൊമെന്റിൽ അവർ പഠിക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പഠിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ എക്സാമിനേഷൻ ഡേയ്സിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് അവരുടെ ഡെയിലി റുട്ടീൻസ് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, സ്ലീപ്പ് ഒന്നും തന്നെ അവർക്ക് കിട്ടില്ല. അപ്പൊ എത്ര തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഇല്ലാതാവും. ഇതൊക്കെയാണ് മേജർ ആയിട്ട് നമ്മുടെ കുട്ടികളിൽ ഈ എക്സാമിനേഷൻ ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, ഏത് എക്സാം ആണെങ്കിലും നമ്മൾ പ്രോപ്പർ ഫുഡും പ്രോപ്പർ സ്ലീപ്പും നമ്മുടെ ശരീരത്തിന് കൊടുത്താൽ മാത്രമാണ് നമുക്ക് മെമ്മറൈസ് ചെയ്യാനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ. സോ ഈ എക്സാമിനേഷൻ ആൻസൈറ്റി എങ്ങനെ കുറക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എക്സാമിനേഷന്റെ ടൈം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ക്വൈറ്റ് നോർമൽ ആണ്. എക്സാമിന് ആ കുട്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് റിലേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. എന്നാൽ അതിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. സോ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഹോൾ സിലബസും എക്സാമിനേഷന്റെ തലേ ദിവസം ഒന്നിച്ച് പഠിക്കാം എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി മാറ്റി എക്സാമിനേഷന്റെ ഒരു 2 മാസം മുന്നേ തന്നെ നമുക്കുള്ള ടോട്ടൽ സബ്ജക്ട്സും അതിലുള്ള ടോട്ടൽ ചാപ്റ്റേഴ്സും എത്രയാണെന്നൊക്കെ നോക്കി 1-2 തവണ നമ്മുടെ എക്സാമിനേഷന്റെ മുമ്പ് റിവൈസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ പഠനത്തെ മാറ്റിയെടുക്കുക. പിന്നെ പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ കാണുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം ആയി കഴിഞ്ഞാൽ ആ ഒരു ദിവസങ്ങളിൽ അവർ പ്രോപ്പർ ആയിട്ട് ഫുഡ് കഴിക്കില്ല, നന്നായിട്ട് ഉറങ്ങില്ല, അവർക്ക് ഒരു തരത്തിലുള്ള റുട്ടീൻസും അവർ ചെയ്യില്ല. സോ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബോഡിയെ അഫക്ട് ചെയ്യും. പഠിച്ച കാര്യങ്ങൾ വരെ അവർ മറക്കും. അപ്പൊ എന്ത് എക്സാം തന്നെ എഴുതാൻ പോവുകയാണെങ്കിലും എന്നത്തെയും പോലെ നമ്മൾ ഒരു മിനിമം നമ്മുടെ സ്ലീപ്പ്, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എല്ലാം കഴിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ആ ഓരോ ടൈം ടേബിൾ പ്രകാരം ഓരോ ദിവസവും നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്കൊരു അതായത് ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷൻ എന്നുള്ളത്, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള ആ ഒരു അവസ്ഥ ഒഴിവാക്കാനും സ്ട്രെസ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും. ബെറ്റർ എപ്പോഴും ഒരു ദിവസം 2-3 സബ്ജക്ട് കവർ ചെയ്യുക. ഒരു സബ്ജക്ട് തന്നെ കുറെ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് നമ്മൾ ബോറിംഗ് അടിക്കുന്നതിനേക്കാൾ നല്ലത് 2-3 സബ്ജക്റ്റിൽ 1-2 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഡെയിലി ഫോക്കസ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെ ഒരു
ബോറടിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഈ എക്സാമിന് ഇത്ര പെർസെന്റേജ് മാർക്ക് വാങ്ങിക്കും, ഞാൻ എന്തായാലും പാസ്സാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഡോണ്ട് എവർ കമ്പയർ വിത്ത് അതേഴ്സ്. മറ്റുള്ളവർ എത്ര മാർക്ക് കിട്ടും അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ സപ്പോർട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരന്റ്സിനെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയോ ആരെയാണോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആൻസൈറ്റി കുറയ്ക്കാൻ പറ്റും. ഇനി ഈ ആൻസൈറ്റി കൂട്ടുന്നതിൽ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിൽ നമ്മുടെ പാരന്റ്സിന്റെ പങ്ക് എന്താണെന്നുള്ളത് നോക്കാം. മോസ്റ്റ്ലി പാരന്റ്സിന് ഒരു സ്വഭാവമുണ്ട്, നമ്മുടെ മക്കളുടെ മാർക്ക് വെച്ചിട്ട് അവരോട് സംസാരിക്കാറുണ്ട്. ഒരു കുട്ടി അയാളുടെ മാർക്ക് ലിസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് മാർക്ക് ഉണ്ടെങ്കിൽ വളരെ നന്നായി എന്ന് പറയുന്നു. അതേ സ്ഥാനത്ത് തോറ്റുപോയാലോ അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാലോ പിന്നെ അന്ന് ചിലപ്പം ആ വീട് തന്നെ സൈലന്റ് ആവും, അല്ലെങ്കിൽ കുറെ ചീത്ത വിളിക്കും. അങ്ങനെ ആ ഒരു ദിവസം ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമ്മൾ മോശമാക്കി തീർക്കും. അതേ സ്ഥാനത്ത് മാർക്ക് കൂടിയാൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മാർക്ക് കുറയുമ്പോൾ അത് എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളതും എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതും അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളോട് ഒരു കാര്യം മാത്രം പറയാം, നീ നിന്റെ മാക്സിമം പഠിക്കുക. നീ നിന്റെ മാക്സിമം പഠിച്ച് ഫെയിൽ ആവണമെങ്കിൽ ഫെയിൽ ആയിക്കൊള്ളട്ടെ, നോ ഇഷ്യൂ. ഞങ്ങൾക്ക് നിന്റെ മാർക്കിനേക്കാൾ ഇമ്പോർട്ടൻസ് നീ എന്ന വ്യക്തിയാണ് എന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് നമ്മൾ നമ്മുടെ മക്കളിൽ ബിൽഡ് ചെയ്തെടുക്കുക. തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ മക്കൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കും. അവരുടെ മാക്സിമം അവർ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ പാസ്സാവുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ മക്കളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോൺഫിഡൻസ് നിലനിർത്താൻ ഈ സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാനും സഹായിക്കും. എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഫേസ് മാത്രമാണ്. ഈ ഒരു ഫേസ് അല്ല നമ്മുടെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമിനേഷൻ അളക്കുന്നത് തീർച്ചയായിട്ടും ഒരു സബ്ജക്റ്റിലെ നോളേജ് മാത്രമാണ്, അല്ലാതെ നമ്മുടെ സ്റ്റുഡന്റിന്റെ ഒരു പേഴ്സണൽ വर्थോ അല്ലെങ്കിൽ വാല്യൂ ഒന്നും ഒരിക്കലും ഒരു എക്സാമിലും മെഷർ ചെയ്യുന്നില്ല. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എക്സാം എഴുതുക. എക്സാം എഴുതിയിട്ടും നമ്മൾ ഫെയിൽ ആയെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. കാരണം നമ്മളുടെ എഫേർട്ടിന്റെ മാക്സിമം എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനാവുന്നത്. അതേപോലെ തന്നെ പാരന്റ്സിനോടാണ് അനാവശ്യമായിട്ടുള്ള പ്രഷർ കൊടുത്ത് നമ്മുടെ കസിൻസിന് ഇത്ര മാർക്ക് ഉണ്ട്, അയൽവാസിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, ചേട്ടൻ ഇത്ര മാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള പ്രഷർ കൊടുക്കുന്നതിന് പകരം സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും അതേപോലെ തന്നെ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഇമോഷണൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ മക്കൾ വളരെയധികം ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ കഴിയും.